ഓണാവധിക്കായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ അടയ്ക്കുന്നു. നാളെ ഓപ്പറേഷൻ തിയേറ്ററിന് അവധി പ്രഖ്യാപിച്ച് സർക്കുലറും ഇറങ്ങി. ജീവനക്കാർക്ക് അവധി നൽകുന്നത് ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെച്ചാണ്. സർക്കുലറിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. മഹാനവമിക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് അവധി പ്രഖ്യാപിച്ചാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് സർക്കുലർ പുറത്തിറക്കിയത്. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളിലെയും ഹെഡ് നഴ്സുമാർ, സർജറി വിഭാഗം മേധാവികൾ എന്നിവർക്ക് നൽകിയ സർക്കുലറിലാണ് ഒക്ടോബർ 22-ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകുന്നത്. എമർജൻസി ഓപ്പറേഷനുകൾ നടത്താമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സർക്കുലറിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ വ്യക്തമാക്കുന്നില്ല. സർക്കുലറിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ഇക്കാര്യം സ്ഥിരീകരിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് KN ഗോപാൽ വിശേഷ ദിവസങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്ററിന് അവധി നൽകാറുണ്ടെന്ന് വ്യക്തമാക്കി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ നടത്താനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഗുഡ് ഫ്രൈഡേക്കും ഓപ്പറേഷൻ തിയേറ്റർ അവധിയാണ്. അതുപോലുള്ള റുട്ടീൻ ആയിട്ടുള്ള ഒരു അവധിയാണ് ഇതും. എല്ലാ ഡോക്ടർമാരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമാണ്, ഇലക്ടീവ് ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് അവധി. എമർജൻസി ഓപ്പറേഷൻ നടക്കുന്നതാണ്. എന്നാൽ സർജിക്കൽ വിഭാഗം മേധാവികൾക്കും സീനിയർ നഴ്സുമാർക്കും അവധി നൽകുമ്പോൾ അടിയന്തര ശസ്ത്രക്രിയകൾ എങ്ങനെ നടത്തുമെന്ന് അധികൃതർക്ക് വിശദീകരണമില്ല. കഴിഞ്ഞ വർഷം മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് അവധി നൽകിയതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ നടപടിയുണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചതും വിവാദമായി. പിന്നാലെയാണ് ജീവനക്കാർക്ക് അവധി ആഘോഷിക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിന് അവധി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹരിയാനയിൽ ദളിത് കുടുംബത്തെ സംഘപരിവാർ ചുട്ടുകരിച്ച സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും സർക്കാർ അറിയിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർ സംഭവസ്ഥലത്തെത്തി. ഹരിയാനയിൽ സംഘപരിവാർ പിന്തുണയോടെ മേൽജാതി വിഭാഗക്കാർ ദളിത് കുടുംബത്തെ ചുട്ടുകരിച്ചതിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. കൊല്ലപ്പെട്ട 9 മാസവും 2 വയസ്സുമുള്ള കുട്ടികളുടെ മൃതദേഹവുമായി നാട്ടുകാർ ദില്ലി-ആഗ്ര ദേശീയപാതയ്ക്ക് സമീപമുള്ള റോഡ് ഉപരോധിച്ചു. ഹരിയാന സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. തുടർന്ന് തിങ്കളാഴ്ച കുട്ടികളുടെ സംസ്കാരം നടത്തുമെന്ന് ബന്ധുക്കൾ ഉറപ്പു നൽകി. അതേസമയം സംഭവത്തിന് പിന്നിൽ പോലീസും BJP സർക്കാരിന്റെയും ഒത്തുകളിയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. That night there was a jagran going on here. The police left their posts and went to attend the jagran. And at that very time, they came and burnt the house. That means there's a connivance between the administration, the police and the criminals. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കുടുംബത്തെ സന്ദർശിച്ചു. तो ये मांगे हैं, मगर सच्चाई ये है कि यहाँ पे कमजोर लोगों की, गरीब लोगों की सरकार नहीं है. കുടുംബത്തെ ചുട്ടുകരിച്ച സംഭവം വിവാദമായതിനെ തുടർന്ന് 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. നേരത്തെ മേൽജാതി വിഭാഗം RSS പിന്തുണയോടെ ആക്രമണം നടത്തിയിരുന്നതായി ദളിത് സ്ത്രീകൾ പറയുന്നു. वहाँ 6 महीना हमारा डर रहे, 6 महीना अपनी बुआ सास के वहाँ रही हूँ. अब 2-3 महीना आते आई यहाँ हटिया बस. ദളിത് കുടുംബങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ തുടർക്കഥയായതോടുകൂടിയാണ് നീതി തേടി ഒടുവിൽ ദില്ലി-ആഗ്ര നാഷണൽ ഹൈവേക്ക് സമീപം കുത്തിയിരിപ്പ് സമരത്തിലേക്ക് കുടുംബാംഗങ്ങൾ എത്തേണ്ടി വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ BJP നേതൃത്വമടക്കം മൗനം പാലിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനു ശങ്കരൻ, ദില്ലി. കാനഡയിൽ ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. 9 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് വിരാമമിട്ടാണ് പാർട്ടി അധികാരത്തിലെത്തുന്നത്. മുൻ പ്രധാനമന്ത്രി പിയറി ട്രൂഡോയുടെ മകൻ ജസ്റ്റിൻ ട്രൂഡോയാണ് ലിബറൽ പാർട്ടിയെ ഇക്കുറി നയിക്കുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് കാനഡയിൽ ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. വോട്ടെണ്ണൽ ഭാഗികമായി പൂർത്തിയായപ്പോൾ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നിലവിലെ പ്രധാനമന്ത്രിയായ സ്റ്റീഫൻ ഹാർപ്പർ തോൽവി അംഗീകരിക്കുകയായിരുന്നു. ജനവിധി പരാതികളില്ലാതെ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ സ്റ്റീഫൻ ഹാർപ്പർ ജസ്റ്റിൻ ട്രൂഡോയെ അഭിനന്ദിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിലൂടെ കനേഡിയൻ ജനത വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്നും ഇത് മാറ്റത്തിനുള്ള സമയമാണെന്നും ജസ്റ്റിൻ പറഞ്ഞു. രാജ്യത്തിന് നൽകിയ സേവനത്തിന് ഹാർപ്പറിന് നന്ദി അറിയിക്കുകയും ചെയ്തു. Thank you. 2008 മുതൽ പാർലമെന്റ് അംഗമായ ജസ്റ്റിൻ ട്രൂഡോ സ്കൂൾ അധ്യാപകനായിരുന്നു. കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാവുകയാണ് 43-കാരനായ അദ്ദേഹം. 2011-ൽ കനത്ത പരാജയം നേരിട്ട ലിബറൽ പാർട്ടിയെ ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലാണ് ഉയർത്തിയെടുത്തത്. അന്ന് 36 സീറ്റുകൾ മാത്രമാണ് പാർട്ടി നേടിയിരുന്നത്.
ആകെയുള്ള 338 സീറ്റിൽ 184 സീറ്റാണ് ഇക്കുറി ലിബറൽ പാർട്ടി നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള കൺസർവേറ്റീവുകൾ 102ഉം ന്യൂ ഡെമോക്രാറ്റുകൾ 41 സീറ്റുകൾ നേടി. ട്രൂഡോ പ്രധാനമന്ത്രിയായതോടെ കാനഡയും യുഎസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്. ഫർണിച്ചർ കടയിൽ ഉപയോഗമില്ലെന്ന് കരുതി പുറംതള്ളിയ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ വാച്ചുകളും ടൈം പീസുകളും നിർമ്മിക്കുകയാണ് ഇവിടെ ചിലർ. ഇന്തോനേഷ്യയിൽ നിന്നാണ് മാതൃകാപരമായി വാർത്ത വരുന്നത്. ഇന്തോനേഷ്യയിലെ ബാൻഡുങ്ങിലാണ് മട്ടോവ എന്ന കൊച്ചു വാച്ച് നിർമ്മാണശാല. ഉപകാരമില്ലെന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കുന്ന തടിക്കഷ്ണങ്ങളിൽ നിന്നും മനോഹരങ്ങളായ വാച്ചും ടൈം പീസുകളും നിർമ്മിക്കുകയാണിവർ. ഫർണിച്ചർ കടയിൽ നിന്നും പുറന്തള്ളുന്ന തടിക്കഷ്ണങ്ങളിൽ നിന്നുമാണ് വാച്ച് നിർമ്മാണം. ഫർണിച്ചർ കടയിലെ മാലിന്യം ഇവർക്കിവിടെ അസംസ്കൃത വസ്തുവായി മാറുന്നു. ജീവനക്കാരാണ് സ്ഥാപനത്തിലുള്ളത്. ദിവസവും 25 വാച്ചുകളോളമാണ് ഇവിടെ നിന്നും തയ്യാറാവുന്നത്. വിലയും അത്ര കൂടുതലല്ല. അല്പം വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് മട്ടോവയിലെ വാച്ചുകളുടെ ആരാധകരിലേറെയും. ഇത്തരത്തിൽ പുത്തൻ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക ക്രിയേറ്റീവ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ബാൻഡുങ്ങിലെ പ്രാദേശിക ഭരണകൂടം. മാലിന്യമുക്തമായ പരിസരത്തിനു വേണ്ടിയുള്ള ചില മാതൃകാപരമായ ചുവടുവയ്പുകളാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പുതിയ മോഡൽ ഐഫോണുകളിലെ പാസ്വേഡ് ഉപയോഗിച്ചുള്ള ഉപഭോക്താക്കളുടെ ലോക്ക് അഴിക്കാനാകില്ലെന്ന് ആപ്പിൾ. ലോക്ക് അഴിക്കണമെങ്കിൽ പാസ്വേഡ് ഇട്ടയാൾ തന്നെ വിചാരിക്കണമെന്നാണ് ആപ്പിളിന്റെ വിശദീകരണം. അമേരിക്കയിലെ ബ്രൂക്ലിൻ ഫെഡറൽ മജിസ്ട്രേറ്റ് കോടതിക്കാണ് നിസ്സഹായത നിറഞ്ഞ വിശദീകരണം ആപ്പിൾ നൽകിയത്. OS 8 മുൻപ് വരെയുള്ളവ ഉപയോഗിക്കുന്ന ഐഫോണുകൾ പാസ്വേഡ് മൂലം ലോക്ക് ചെയ്താലും അഴിക്കാം. എന്നാൽ OS 8ഉം അതിനു മുകളിലുള്ളവയും ലോക്ക് ഇട്ടാൽ അഴിക്കാനാകില്ല. ലോക്ക് ചെയ്തയാൾ തന്നെ പാസ്വേഡ് അഴിച്ചാലേ മാറ്റാനാകൂ എന്നാണ് ആപ്പിൾ കമ്പനി കോടതിയെ അറിയിച്ചത്. നിലവിൽ 90% ഉപയോക്താക്കളും OS 8ഓ അതിനു മുകളിലുള്ളവയോ ആണ് ഉപയോഗിക്കുന്നതെന്നും ആപ്പിൾ അറിയിച്ചു. എന്നാൽ പഴയ ഐഫോണുകളിലെ ലോക്ക് മാറ്റാനുള്ള സാങ്കേതിക മികവ് കമ്പനിക്കുണ്ടെന്നും ആപ്പിൾ വ്യക്തമാക്കി. ലോക്ക് ചെയ്യപ്പെട്ട ഐഫോണിലെ വിവരങ്ങൾ കമ്പനി വഴി പുറത്തുവിടുന്നത് ഉപഭോക്തൃ ബന്ധത്തെ ബാധിക്കും. ഒപ്പം ബ്രാൻഡ് എന്ന നിലയിലുള്ള വിശ്വാസ്യതയും ബാധിക്കുമെന്നും ആപ്പിൾ ഫെഡറൽ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്. ജീവിതത്തിന്റെ സെക്കൻഡ് സൂചി കൊണ്ട് കാലത്തെയും കവിതയും അളന്ന കവി യാത്രയായിട്ട് 5 വർഷങ്ങൾ. അയ്യപ്പന്റെ ഓർമ്മകളിലാണ് സാഹിത്യലോകം. ഒന്നുകിൽ കവി, അല്ലെങ്കിൽ കാമുകൻ, അതുമല്ലെങ്കിൽ ഭ്രാന്തൻ. മൂന്നിലൊന്നേ പറഞ്ഞിട്ടുള്ളൂ നരനായി പിറന്നവന്. പക്ഷേ അയ്യപ്പൻ ഒരേ സമയം ഇത് മൂന്നുമായിരുന്നു. കവിയായും കാമുകനായും ചിലപ്പോഴൊക്കെ കവിയും കാമുകനും ഉൾച്ചേർന്ന ഭ്രാന്തനായും ആ മനുഷ്യൻ ജീവിച്ചു. ആകാശം മേൽക്കൂരയാക്കിയവന്റെ അക്ഷരങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ നിഗൂഢ ഭാഷയായിരുന്നു. ആഡംബരങ്ങൾക്ക് ഭ്രഷ്ടു കൽപ്പിച്ചുവന്ന് ആളൊഴിഞ്ഞ തെരുവുകൾ ആരണ്യകങ്ങളായി. മരുഭൂമിയെ പ്രണയിച്ച സ്വപ്നങ്ങൾക്ക് കള്ളിമുൾ ചെടിയുടെ മൂർച്ചയായിരുന്നു. ഒരു കടൽ കൊണ്ട് തീരാത്ത ദാഹങ്ങൾക്ക് ഒരു തുള്ളി ജലം കൊണ്ട് ശമനം. വരേണ്യമുദ്രകളാൽ എഴുതപ്പെട്ട കവിയുടെ രൂപപരിവേഷങ്ങളൊന്നുമുണ്ടായിരുന്നില്ല അയ്യപ്പന്. അതുകൊണ്ടുതന്നെ അയാളുടെ കാഴ്ചകൾ നമുക്ക് ചിരപരിചിതമായ ചുറ്റുപാടുകളുടേതായില്ല. ഞാൻ പ്രണയിച്ച പെണ്ണിന് പാമ്പിന്റെ സ്വഭാവമായിരുന്നു. ആരു മകുടിയൂതിയാലും അവൾ അങ്ങോട്ടിഴയുമായിരുന്നു എന്നെഴുതാൻ മലയാളത്തിൽ ഒരു അയ്യപ്പനെ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലെ ഈ വൈചിത്ര്യം മരണത്തിലും കാത്തുസൂക്ഷിച്ചു അയ്യപ്പൻ. ഒരു തെരുവോരത്ത് ആരുമറിയാതെ ആരുമാകാതെ ആ മനുഷ്യൻ അന്ത്യയാത്ര പോയി. മുഷിഞ്ഞു നാറിയ കീശയിൽ അപ്പോഴും ഒരു തുണ്ട് കവിത അദ്ദേഹം ബാക്കി വെച്ചിരുന്നു. അയാൾ ഒരിക്കലും ആരെയും കാത്തിരുന്നില്ല, ആരുമൊരിക്കലും അയാളെയും കാത്തിരുന്നില്ല. കൂട്ടിക്കൊണ്ടു പോകും നേരം മരണത്തോടും അയാൾ പറഞ്ഞിട്ടുണ്ടാവണം, കരുളു പങ്കുവയ്ക്കുവാനില്ലെന്റെ പ്രണയമേ, ഒക്കെയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കൾച്ചറൽ ഡെസ്ക്.
ജീവിച്ചിരിക്കുന്ന സെലിബ്രിറ്റികളെ കൊല്ലുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെ മോഹൻലാൽ രംഗത്ത്. നടൻ മാമുക്കോയെയും സോഷ്യൽ മീഡിയയിലെ കൊലപാതകികൾ ഈയിടെ കൊന്നതിനെതിരെയാണ് ലാലിന്റെ ബ്ലോഗ്. മാമുക്കോയയെ കൊന്നത് മലയാളിയുടെ മനോവൈകൃതം എന്ന തലക്കെട്ടോടെയാണ് മോഹൻലാലിന്റെ ബ്ലോഗ് തുടങ്ങുന്നത്. നടൻ മാമുക്കോയ മരിച്ചുവെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നവമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. മിനിറ്റുകൾക്കകം വാർത്ത കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്നു. മാമുക്കോയയെ നേരിട്ടറിയുന്നവർ നേരിട്ട് വിളിച്ചും അദ്ദേഹത്തെ നേരിട്ടറിയാത്തവരും പരസ്പരം ഫോൺ വിളിച്ചും തുടങ്ങി. മാമുക്കോയ അപ്പോൾ വയനാട്ടിലായിരുന്നു. സസുഖം ആരെയൊക്കെയോ ചിരിപ്പിച്ചും സ്വയം ചിരിച്ചും ഇരിക്കുന്നു. വിളിച്ച എല്ലാവരോടും അദ്ദേഹം ഞാൻ മരിച്ചു എന്ന് കോഴിക്കോടൻ സ്റ്റൈലിൽ പറഞ്ഞു. അത് കേട്ട് വിളിച്ചവർ ചിരിച്ചു. ഫോൺ വിളികൾ കൂടിയപ്പോൾ ഒടുവിൽ മാമുക്കോയ ഫോൺ ഓഫ് ചെയ്തു. ഈ ബഹളം അടുത്ത 2 ദിവസങ്ങൾ കൂടി തുടർന്നു. അവസാനം ഒരു വെറും തമാശയിൽ അത് അവസാനിച്ചു. ഞാനും ഈ തമാശകളൊക്കെ കേട്ടു. എന്നാൽ എനിക്ക് ഈ കാര്യം വെറും തമാശയായി കണക്കാക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് തവണ മരിച്ചയാളാണ്. ഒരിക്കൽ ഞാൻ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ആരോ തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഞാനൊരു കാർ അപകടത്തിൽ മരിച്ചു എന്ന്. ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന് വാർത്ത സൃഷ്ടിക്കുന്നവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം എന്താണ്? ഏതു തരത്തിലുള്ള മനസ്സായിരിക്കും ആ മനുഷ്യരുടേത്? മോഹൻലാൽ ചോദിക്കുന്നു. മനസാക്ഷിയില്ലാതെ ഇത്തരം വാർത്തകൾ പടച്ചുവിട്ട് വ്യക്തികളെയും സമൂഹത്തെയും വഴിതെറ്റിക്കുന്നവരെ ക്രിമിനലുകളായി കണക്കാക്കണമെന്നും അവരെ പിടികൂടണമെന്നും മോഹൻലാൽ ബ്ലോഗിലൂടെ പറയുന്നു. ന്യൂസ് ഡെസ്ക്.